റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ മനുഷ്യക്കടത്തിന് ഇരയായ മലയാളി യുവാക്കളും അഞ്ചുതെങ്ങ് സ്വദേശികളായ 3 യുവാക്കളാണ് ജോലി തട്ടിപ്പിനിരയായി റഷ്യയിലെത്തിയത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരാളുടെ മുഖത്തിനും കാലിനും പരിക്കേറ്റു. 2 മാസം മുൻപാണ് അഞ്ചുതെങ്ങ് സ്വദേശികളും ബന്ധുക്കളുമായ പ്രിൻസ് സെബാസ്റ്റ്യൻ, വിനീത്, ടിനു എന്നിവർ റഷ്യയിലേക്ക് പോയത്. തുമ്പ സ്വദേശിയായ പ്രിയൻ എന്നയാൾക്ക് 7 ലക്ഷം രൂപ നൽകിയാണ് ഓരോരുത്തരും സെക്യൂരിറ്റി ജോലിക്കായി വിസ തരപ്പെടുത്തിയത്. മാസം 2 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്നായിരുന്നു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ വാഗ്ദാനം. എന്നാൽ റഷ്യയിലെത്തിയ ഇവരെ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു. 3 പേരിൽ പ്രിൻസിന് യുദ്ധത്തിനിടെ മുഖത്തും കാലിനും പരിക്കേറ്റു. 4 ദിവസത്തെ ട്രെയിനിങ് ഉള്ളായിരുന്നു. ഡയറക്റ്റ് കൊണ്ടുപോയി. നമ്മളെ യുദ്ധത്തിനോട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയില്ല ഇത് യുദ്ധത്തിനാണ് പോണെന്ന്, ഇതാണെന്ന്. വെടിയായിട്ട് എനിക്ക് ചെവിടെ അവിടെ, പിന്നെ കാലില് ബോംബ് എടുത്തെറിച്ച്. എന്റെ അനിയന്റെ ഒന്നും പറ്റില്ലായിരുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഒരു ഫോൺ സംഘടിപ്പിച്ച് പ്രിൻസ് വീട്ടുകാരെ വിവരം അറിയിച്ചു. എന്റെ മൂത്ത മോനിങ്ങനെ കാണുന്ന ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എവിടെ ഉണ്ട്, എവിടെയാണെന്നോരൊന്നും പറഞ്ഞു. ഞങ്ങളെ മക്കളെ സാറേ, എനിക്ക് പണം വേണ്ട, റഷ്യയിൽ കുടുങ്ങിയവരുടെ കുടുംബങ്ങളെ കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. സാധ്യമായ എല്ലാ ഇടപെടലും ഉണ്ടാകുമെന്ന് വി മുരളീധരൻ കുടുംബത്തെ അറിയിച്ചു. റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിനെ പറ്റി അന്വേഷിക്കുന്ന CBI സംഘം 3 പേരുടെയും വീടുകളിലെത്തി നേരത്തെ മൊഴിയെടുത്തിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.